my dear ones, welcome to Exam Point. So today we are going to study a real life thing എന്ന് പറയുമ്പോൾ എന്താണ്, യഥാർത്ഥ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച്, അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു പ്രസംഗത്തെക്കുറിച്ച്, അതാണ് നമ്മൾ ചാപ്റ്റർ 3 പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 2, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2ന്റെ ഹെഡിങ് എന്തായിരുന്നു? സ്റ്റിൽ വി റൈസ്. നമ്മൾ എന്നിട്ടും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഈ എന്നിട്ടും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ആരെ കുറിച്ചായിരുന്നു? കുറെ സ്ത്രീകളെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? സിൻഡ്രല്ല ആയിരുന്നു. യു ആർ ഇൻ എ മാജിക്കൽ വേൾഡ് അല്ലേ, നമ്മളൊരു മാജിക്കൽ വേൾഡിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. സെക്കൻഡ് ചാപ്റ്റർ എന്തായിരുന്നു? ദാറ്റ് വാസ് എ പോയം, ദാറ്റ് ഈസ് വുമൺ വർക്ക്. വുമൺ വർക്കിൽ ആ സ്ത്രീയുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ പോലെ, ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രസംഗമാണ്. അപ്പോൾ പ്രസംഗം എന്ന് പറയുമ്പോൾ ബോറടിക്കും എന്ന് വിചാരിക്കരുത്. ഒരു ഇൻട്രസ്റ്റിംഗ് മോട്ടിവേഷണൽ സ്പീച്ചാണ്. മോട്ടിവേഷണൽ സ്പീച്ച് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല അല്ലേ? എന്തായാലും ഇത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനൊക്കെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം അത്രയും കുറേ കഷ്ടപ്പാടിൽ നിന്ന്, കുറേ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് തനിക്കും നേടണം വിദ്യാഭ്യാസം എന്ന് വേണം. തനിക്കും വേണം വിദ്യാഭ്യാസം, എനിക്ക് മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അതിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? അത് ആരാണ് അങ്ങനെ പറഞ്ഞതും ആരാണത് നേടിയെടുക്കാൻ ശ്രമിച്ചതും? അതും നമ്മുടെ പാകിസ്ഥാനിലാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്കറിയാം, കുറേയൊക്കെ നിങ്ങൾക്ക് ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ക്ലൂ പറയുന്നില്ല. ചാപ്റ്ററിന്റെ പേര് നോക്കാം. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. എന്തൊക്കെയാണ്? ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു ബുക്ക്, ഒരു പെൻ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ലോകം മാറ്റിമറിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് വേറെ ആരുമല്ല, മലാല യൂസഫായി ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ സ്പീച്ച്. അതായത് ചാപ്റ്ററിന്റെ പേര് ഇതാണ്. സോ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഇറ്റ് ഇസ്. ആരായിരിക്കും നിങ്ങളെ സഹായിക്കുന്നത്? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് പറയും അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ടീച്ചേഴ്സിനോട് പറയും. നല്ല ടീച്ചേഴ്സിനോട്, കമ്പനിയായ പിള്ളേരുണ്ടാവും ചിലവർ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യണത്. അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിരിക്കും ടീച്ചേഴ്സ്. പിന്നെ ആരോട് പറയും നമ്മൾ? പിന്നെ ആരോട് പറയും? പാരൻസിനോട് പറയും, ഗ്രാൻഡ് പാരൻസിനോട് പറയും. അങ്ങനെ ആരോടെങ്കിലും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇൻ സിൻഡ്രല്ലാസ് ലൈഫ് എ ഫെയറി ഹെൽപ്ഡ് ഹർ ചേഞ്ച് എ ഫോർച്യൂൺ. വിധി തന്നെ മാറ്റിമറിക്കാൻ സിൻഡ്രല്ലയുടെ ജീവിതത്തിൽ സഹായിച്ചത് ആരായിരുന്നു? ഒരു ഫെയറി ആയിരുന്നു അല്ലെ? ഫെയറി ഗോഡ് മദർ വരുന്നില്ലേ? ബട്ട് ഇൻ റിയൽ ലൈഫ്, പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ ക്യാൻ വി എക്സ്പെക്ട് സച്ച് ഫെയറീസ് ടു ചേഞ്ച് ഹെൽപ്പ് അസ്? അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഫെയറി വന്ന് മാറ്റങ്ങൾ ഇങ്ങനെ മാജിക് വാൻഡ് കാണിച്ച് മാറ്റട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ റാഗ്സിന്ന് ഗോൾഡൻ ക്ലോത്ത്സിലോട്ട് മാറാറുണ്ടോ? ഇല്ല. അതിനു വേണ്ടി കുറച്ച് ആൾക്കാർ ജനിച്ചവരുണ്ട്. അതോ അവരങ്ങനെ ആയതാണോ? അത് നമുക്ക് നോക്കിയാലോ. There are some people in our society who raise their voice for their rights and also for bringing about positive changes in the society. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അവരുടെ ശബ്ദം ഉയർത്തിയവർ എന്തിനു വേണ്ടിയിട്ടാണ്? അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് അവകാശപ്പെട്ട കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയവരുണ്ട്. അങ്ങനെ ശബ്ദം ഉയർത്തിയവർ നമ്മുടെ സൊസൈറ്റിയിലും കുറെ പോസിറ്റീവ് കാര്യങ്ങൾ നേടി തന്നിട്ടുണ്ട് നമുക്ക്. അതിലൊരാളാണ് മലാല യൂസഫായി. മലാല യൂസഫായി ഈസ് വൺ അമംഗ് ദം. മലാല യൂസഫായി അതിലൊരാളാണ്. ഷീ ഈസ് ദ ഗേൾ ഹു സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സഫേർഡ് ഫോർ ദാറ്റ്. എന്തിനാണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഒച്ചെടുത്തത്. വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ഒച്ചെടുക്കുകയും അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നതാണ് മലാല യൂസഫായിക്ക്. Let us read the speech of Malala, which she delivered at the UN General Assembly. യുണൈറ്റഡ് നേഷൻസ് അല്ലെ, അവിടെയാണ് സ്പീച്ച് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ. വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി തന്റെ ശബ്ദം ഉയർത്തിയ ആ പെൺകുട്ടിയെ ഇന്ന് ലോകം മുഴുവൻ അറിയുന്നുണ്ട്. മനസ്സിലായോ? നമ്മള് ഒരു മുക്കിലും മൂലയിലും അന്നുള്ള ഇത് മാത്രം ചെയ്ത് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും ആരും ആവില്ല. ഇപ്പൊ ഈ പെൺകുട്ടിക്കും അയ്യോ പഠിക്കണ്ട എന്ന് പറഞ്ഞപ്പോ എന്നാ പഠിക്കണ്ട, ഞാൻ വീട്ടിലിരുന്നോളാം, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ മലാല യൂസഫായി എന്ന് പറഞ്ഞ വ്യക്തിനെ നമ്മളാരും അറിയില്ലായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ മലാല യൂസഫായിനെ അറിയും. ആ കോട്ട്, മലാല യൂസഫായിയുടെ കോട്ടാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം. ആ കോട്ടും ഭയങ്കര ഫേമസ് ആണ്. സോ മലാല യൂസഫായിയുടെ സ്പീച്ച് എന്താണെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആ ഒരു പ്രസംഗം, ഓട്ടോബയോഗ്രഫിയും ഒന്നുമല്ല, ബുക്കല്ല, ഒന്നുമല്ല, ഒരു പ്രസംഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് ഇത്രയും പ്രശസ്തിയിലോട്ട് ആ പെൺകുട്ടി എത്തണമെങ്കിൽ ആ പെൺകുട്ടി എന്തുമാത്രം കഷ്ടപ്പാടും ദുരിതമൊക്കെ സഹിച്ചിട്ടുണ്ടാവും അല്ലേ?
a Pakistani activist for female education and the youngest ever Nobel Prize recipient. 2014, അതായത് ഏറ്റവും ചെറിയ നോബൽ പ്രൈസ് വിന്നറാണ്, സ്വീകർത്താവാണ് മലാല യൂസഫായി. ഒരു പാകിസ്ഥാനി പ്രവർത്തകയാണ്. പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുക, അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക, അങ്ങനെയുള്ളതാണ് കേട്ടോ. She is known mainly for human rights advocacy for education and for women in a native Swat Valley, where girls were at times not allowed to attend school. അപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിൽ സ്വാറ്റ് വാലിയിലാണ് മലാലയുടെ നാട്. അവിടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നില്ല. യൂസഫൈസ് അഡ്വക്കസി ഹാസ് ഗ്രോൺ ഇൻ ടു ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ്. അഡ്വക്കസി എന്ന് പറഞ്ഞാൽ വാദിക്കൽ. അപ്പോൾ യൂസഫായുടെ ഈ വാദം ഇന്റർനാഷണൽ മൂവ്മെന്റ്, ഒരു ഇന്റർനാഷണൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സഹായിച്ചു. എന്നാണ് യൂസഫായി ജനിച്ചത്? മലാല യൂസഫായി 12 ജൂലൈ 1997. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ മലാല ഡേ. മലാല ഡേ എന്നറിയപ്പെടുന്നത് ഈ 12 ജൂലൈ ആണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് മലാല ഡേ എന്നാന്ന് ചോദിച്ചാൽ ഈ ഡേറ്റ് പറയാം. ഇനി ഈ സ്പീച്ചിലുടനീളം മലാല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ സുഖപ്പെട്ടു, ആ കാര്യത്തിൽ എന്നെ വളരെ സഹായിച്ചവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വന്നിട്ട് വേണ്ടേ സുഖപ്പെടാൻ? ഈ 2012 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, മലാല വാസ് ഷോട്ട് ഇൻ ദ ഹെഡ് ഓൺ എ സ്കൂൾ ബസ്. അപ്പോൾ താലിബാനിലെ ഒരു ഗൺമാൻ വന്നിട്ട് മലാലനെ ഷോട്ട് ചെയ്യുന്നുണ്ട്, ഹെഡ്, തലയിൽ. അങ്ങനെ അവിടെ സംഭവിച്ച് അവിടെ സർവൈവ് ചെയ്തിട്ട് മലാലക്ക് പക്ഷേ പാകിസ്ഥാൻ വിടേണ്ടി വരുന്നുണ്ട്. പാകിസ്ഥാൻ വിട്ട് മലാല പോയി ജീവിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അവിടെ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസിൽ വെച്ചിട്ടാണ് പിന്നെ മലാല ഈ സ്പീച്ച് പറയുന്നത്. സോ ഈ സ്പീച്ചിലുടനീളം മലാല സുഖം പ്രാപിച്ചതും അതിന് സഹായിച്ചവരും അതിനെ ഓർത്തവരും ഒക്കെ മലാല മീൻസ് അവരെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് മിസ് ഈ ഇൻസിഡന്റ് പറയുന്നത്. അപ്പൊ 2012 മലാല വെടിവെച്ചു. എന്തിനാ വെടിവെച്ചത്? പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം. ഇപ്പൊ കുറെ ഫെമിനിസ്റ്റ് ചിന്താഗതികളൊക്കെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന വെച്ചാൽ, ഈ ടി വിയിൽ കാണുന്ന ഫെമിനിസ്റ്റ് അല്ല കേട്ടോ മിസ്റ്റർ പറയുന്ന ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പുരുഷന്റെ മുകളിൽ വന്ന് നിൽക്കാനുള്ള പറയുന്ന ഇതിനെയല്ല ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മാത്രമാണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് പക്കാ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെ വിളിക്കുന്നതിൽ അഭിമാനമുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ നാട്ടിൽ കാണുന്ന ഈ ഫെമിനൈൻ ക്ലബും കാര്യങ്ങളൊക്കെ വെറും പ്രഹസനം ആണെന്ന് വേണമെങ്കിൽ പറയാം. മീൻസ് മറ്റേ ടോപ്പിക്കിനെ കോൺട്രവേഴ്ഷ്യൽ ആക്കുകയല്ല, പക്ഷെ ശരിക്കും നടക്കുന്ന കാര്യങ്ങളല്ലേ. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ഫെമിനിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് പലർക്കും. കാരണം എന്താണ്? ഇങ്ങനെ കുറേ സ്ത്രീകൾ ഇതിനെ വളച്ചൊടിച്ച് പുരുഷന്റെ മുകളിൽ കയറി അല്ലെങ്കിൽ പുരുഷൻ ചെയ്യുന്നത് പോലെ സ്മോക്ക് ചെയ്ത് ഡ്രിങ്ക് ചെയ്ത് അതൊന്നും അല്ല ഫെമിനിസ്റ്റ്. ദാറ്റ് ഈസ് നോട്ട് വാട്ട് എ ഫെമിനിസ്റ്റ് ഇസ്. ഒരു പുരുഷന് പഠിക്കാമെങ്കിൽ എനിക്കും പഠിക്കാം, അതൊക്കെയാണ് ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. ബേസിക് നീഡ്സ് എന്ന് വെച്ചാൽ ഫുഡും ഡ്രസ്സും അല്ല കേട്ടോ ബേസിക് നീഡ്സ്, അതാണ് പ്രൈമറി നീഡ്സ് ആണ്. പക്ഷെ കുറച്ച് ആവശ്യങ്ങളുള്ള വേറെ ഇല്ലേ? നിങ്ങൾക്ക് പഠിക്കണം, എനിക്ക് ജോലി നേടുക്കണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ഇതൊക്കെ ഒന്ന് വേണ്ടി വാദിച്ചു കഴിഞ്ഞാൽ അപ്പം ഫെമിനിസ്റ്റാണ്. ആ ഫെമിനിസ്റ്റ് നല്ലതാ, കുറച്ച് ഫെമിനിസ്റ്റ് ആവാം അല്ലേ? അപ്പൊ മലാല യൂസഫായുടെ സ്പീച്ചിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്താണ്? ബഹുമാനപ്പെട്ട മുതിർന്നവര്, എൽഡേഴ്സ് അങ്ങനെയല്ലേ പറയണം. ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുവാണ് പ്രസംഗം. ഞാൻ പറഞ്ഞു പ്രസംഗമാണ്. പ്രസംഗം കേട്ടിരിക്കുമ്പോൾ ഉറക്കം വരുമോ? ഇല്ലല്ലോ. ഇത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മിസ് പറഞ്ഞില്ലേ, അപ്പോൾ ഉറക്കമൊന്നും വരണ്ട കേട്ടോ. ടുഡേ ഇറ്റ് ഈസ് ആൻ ഓണർ ഫോർ മീ ടു ബി സ്പീക്കിംഗ് അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം. ഇന്ന് എനിക്ക് ഭയങ്കര ഹോണറാണ്. എന്ന് വെച്ചാൽ ഞാൻ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എന്തിനാണ്? നിങ്ങളുടെ മുമ്പിൽ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതിൽ. ബീയിങ് ഹിയർ വിത്ത് സച്ച് ഹോണറബിൾ പീപ്പിൾ ഇസ് എ ഗ്രേറ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. കുറേ ബഹുമാന്യരായ വ്യക്തികളോടൊപ്പം ഇങ്ങനെ സ്റ്റേജ് പങ്കിടാൻ സാധിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് എന്നാണ് മലാല പറയുന്നത്. സോ സ്റ്റാർട്ടപ്പ് ആണ് പ്രസംഗത്തിന്റെ. ഐ ഡോണ്ട് നോ വേർ ടു ബിഗിൻ മൈ സ്പീച്ച്. എൻ്റെ പ്രസംഗം എവിടെ ആരംഭിക്കണമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് പീപ്പിൾ വുഡ് ബി എക്സ്പെക്ടിങ് മീ ടു സേ. ജനങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും എനിക്കറിയില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഗോഡ് ഫോർ whom we all are equal, and thank you to every person who has prayed for my fast recovery and a new life. അപ്പോൾ എന്താണ് പറയുന്നത് മലാല?
പക്ഷെ ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്തിനാണ് ദൈവത്തിന് നന്ദി പറയുന്നത്? നമ്മളെല്ലാവരും തുല്യരായതിൽ, അല്ലേ? ആൻഡ് താങ്ക് യു ടു എവ്രി പേഴ്സൺ. എന്തിനാണ്? എല്ലാ ആളുകളോടും ഞാൻ നന്ദി പറയുകയാണ്. എന്തിനാണ്? എൻ്റെ പെട്ടെന്നുള്ള റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്. റിക്കവറി എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, വെടിയൊക്കെ കൊണ്ട് ആള് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദിയാണ് പറയുന്നത്. ഐ കനോട്ട് ബിലീവ് ഹൗ മച്ച് ലവ് പീപ്പിൾ ഹാവ് ഷോൺ മീ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജനങ്ങൾ എന്നിൽ കാണിച്ച സ്നേഹം എത്രത്തോളമാണെന്നുള്ളത്. അതായത് അത്രമാത്രം ഓരോ സ്ഥലങ്ങളിൽ നിന്നും, ഓരോ രാജ്യങ്ങളിൽ നിന്നും മലാലയുടെ ആരോഗ്യത്തിനെ കുറിച്ചും മലാലയുടെ ഭയങ്കര കൺസേൺ ആയിരുന്നു എല്ലാവരും ആ സമയത്ത്. ഞാൻ സംസാരിക്കുന്നത് 2012 ആ ടൈമിനെ കുറിച്ചാണ് കേട്ടോ. ഈ സ്പീച്ച് പറഞ്ഞത് എപ്പോഴാണെന്നോ? 12 ജൂലൈ 2013 അതായത് 2012 ഈ വെടിയുടെ സംഭവമൊക്കെ ഉണ്ടായിട്ട് പിന്നെ 2012 തന്നെ 2013 12 ജൂലൈയിൽ തന്നെ, 12 ജൂലൈ ആണല്ലോ മലാല ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. I have received thousands of good wish cards and gifts from all over the world. കണ്ടോ, കുറെ ആയിരക്കണക്കിന് വിഷ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ സുഖം പ്രാപിക്കട്ടെ എന്നുള്ള കാർഡും പിന്നെ എന്തൊക്കെയായിരുന്നു? ഗിഫ്റ്റും. ലോകം മുഴുവനിൽ നിന്നാണ് കിട്ടിയത്. അല്ലാതെ നമ്മൾ പാടില്ലാണ്ട് കിടന്നു കഴിഞ്ഞാൽ ആരായിരിക്കും? ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളോ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചാലേ, ചിലപ്പോൾ അന്വേഷിച്ചൊന്നും വരില്ല, അല്ലേ? ഇവിടെ അതല്ല സംഭവം. ലോകം മുഴുവനിൽ നിന്നാണ് വിഷ് കാർഡ്സും ഗിഫ്റ്റും കിട്ടിയത്. താങ്ക് യു to all of them. എല്ലാവർക്കും നന്ദി. Thank you to the children whose innocent words encourage me. എന്താണ്? എന്നെ പ്രോത്സാഹിപ്പിച്ച കുട്ടികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. Thank you to my elders whose prayers strengthen me. എന്താണ്? എന്നോട് പ്രാർത്ഥിച്ച് എനിക്ക് ധൈര്യം പകർന്ന എൻ്റെ ധൈര്യത്തെ കൂട്ടിയ അവരോടും ഞാൻ നന്ദി പറയുകയാണ്. Dear brothers and sisters, do remember one thing. എന്താണ്? പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരു കാര്യം മാത്രം ആലോചിക്കാം. മലാല ഡേ ഇസ് നോട്ട് മൈ ഡേ. അപ്പോൾ 12 ജൂലൈ ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് മലാല ഡേ. മലാല ഡേ എന്നത് എൻ്റെ ദിവസമല്ല. ടുഡേ ഇസ് ദ ഡേ ഓഫ് എവ്രി വുമൺ, എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഹു ഹാസ് റേസ്ഡ് എ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. ഇന്ന്, അതായത് 12 ജൂലൈ എന്ന് പറയുന്നത് എൻ്റെ ദിവസമല്ല. ആ ദിവസം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മലാല ഡേ ആണ്. മലാല ഡേ മാത്രമല്ല, ഇറ്റ് ഈസ് ദ ഡേ ഫോർ എവ്രി വുമൺ. എല്ലാ സ്ത്രീകളുടെയും, എല്ലാ പെൺകുട്ടികളുടെയും, എല്ലാ ആണുങ്ങളുടെയും ദിവസമാണ്. എങ്ങനെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്? തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന. വെറുതെ ഇരുന്നാൽ പോരട്ടോ, ശബ്ദം ഉയർത്തണം എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അച്ഛനമ്മയുടെ അടുത്ത് ഒച്ചെടുക്കാനല്ല കേട്ടോ പറയുന്നത്. ആവശ്യങ്ങളായിരിക്കണം. ഓക്കെ, ഇവിടെ മലാലയുടെ ആവശ്യം എന്തായിരുന്നു? വിദ്യാഭ്യാസമായിരുന്നു. There are hundreds of human rights activists and social workers who are not only speaking for human rights but who are struggling to achieve the goals of education, peace and equality. നൂറുകണക്കിന് മനുഷ്യാവകാശവാദികളും സോഷ്യൽ വർക്കേഴ്സും എല്ലാവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക മാത്രമല്ല, അതിനൊക്കെ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിക്കുന്നുണ്ട്. എന്തിനാണ്? ഈ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടിയെടുക്കാനും സമാധാനം നേടിയെടുക്കാനും സമത്വം നേടിയെടുക്കാനും ഒക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഫ്രീഡം, അതായത് മഹാത്മാഗാന്ധിയും കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സും, ഇപ്പൊ കാണുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ല, അന്നുണ്ടായിരുന്ന കുറേ ഫ്രീഡം ഫൈറ്റേഴ്സും എല്ലാവരും കൂടി നമുക്ക് നേടിയെടുത്ത് തന്നതല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമ്മളൊരു സ്ലേവറി അതല്ലേ ഉണ്ടാവുള്ളായിരുന്നു. സോ ആരെങ്കിലും ശബ്ദം ഉയർത്തുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കണം. Thousands of people have been killed by the terrorists and millions have been injured. ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും പിന്നെന്താണ് മില്യൺസ്, കുറച്ചൊന്നല്ല മില്യൺസ് അവർക്ക് ഇഞ്ചറി, അപകടങ്ങൾ പറ്റുകയും ചെയ്തു. ഇവരൊക്കെ ചെയ്തത് ആരാണ്? തീവ്രവാദികളാണ്. I am just one of them. ഞാൻ അതിൽ ഒരാൾ മാത്രം. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രസംഗം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൂടിയിട്ടുള്ള പ്രസംഗങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്കൂളിൽ ആനുവൽ ഡേ അങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലത്തെ ഒരു ബോറിംഗ് സ്പീച്ചേ അല്ല ഈ പ്രസംഗം, അല്ലേ? ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ബോറിംഗ് സ്പീച്ച് അല്ലെന്ന്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, we realize the importance of light when we see darkness. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വെളിച്ചം കാണുമ്പോൾ വെളിച്ചത്തിന്റെ പ്രാധാന്യം ഓർക്കുന്നത് ഇരുട്ടുണ്ടാകുമ്പോൾ മാത്രമാണ്, അല്ലേ? അല്ലെങ്കിൽ വെളിച്ചത്തിന് ആരെങ്കിലും വെളിച്ചം
ഇപ്പൊ കുറേ ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ സൂര്യനെ കാണാൻ നമുക്കൊരു താല്പര്യമല്ലേ, അല്ലേ? സെയിം വേ വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ വോയിസ് വെൻ വി ആർ സൈലൻസ്ഡ്. നമ്മളെ നിശബ്ദരാക്കുമ്പോഴാണ് നമ്മൾ ശബ്ദത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇൻ ദ സെയിം വേ വെൻ വി വെയർ ഇൻ സ്വാത്, ദ നോർത്ത് ഓഫ് പാകിസ്ഥാൻ, we realized the importance of pens and books when we saw the guns. അതേപോലെ തന്നെ ഞങ്ങൾ സ്വാത്തിലായിരിക്കുമ്പോൾ, സ്വാത്ത് എന്ന് പറയുമ്പോൾ നോർത്ത് പാകിസ്ഥാനാണ്, നോർത്ത് പാകിസ്ഥാനിലായിരിക്കുമ്പോൾ തോക്കുകൾ കണ്ടപ്പോഴാണ് പെന്നും ബുക്സിന്റെയും പ്രാധാന്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അതൊക്കെയാണ് മലാല പറയുന്നത്. The wise saying, the pen is mightier than the sword, was true. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്, എന്തെന്ന്? പേനയാണ് വാളിനേക്കാൾ ഉഗ്രമൂർച്ചയേറിയെന്നുള്ള ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്നാണ് മലാല പറയുന്നത്. ദ എക്സ്ട്രീമിസ്റ്റ് ആർ അഫ്രൈഡ് ഓഫ് ബുക്സ് ആൻഡ് പെൻസ്. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നത് തീവ്രവാദികളാണ്. അവർക്ക് പെന്നിനെയും ബുക്കിനെയും പേടിയാണ്. ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രൈറ്റൻസ് ദം. എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ശക്തി അവരെ പേടിപ്പെടുത്തുന്നു. ദേ ആർ അഫ്രൈഡ് ഓഫ് വുമൺ. അവർക്ക് സ്ത്രീകളെ പേടിയാണ്. The power of the voice of woman frightens them. സ്ത്രീകളുടെ ശബ്ദത്തിനെ അവർക്ക് പേടിയാണ്, അതിന്റെ ശക്തിയെ അവർക്ക് പേടിയാണെന്നാണ് ആര് പറയുന്നത്? മലാല പറയുന്നത്. ആർക്കാ പേടി? തീവ്രവാദികൾക്ക് കേട്ടോ. ഹോണറബിൾ സെക്രട്ടറി ജനറൽ, പീസ് ഇസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. അപ്പൊ ഹോണറബിൾ സെക്രട്ടറി ജനറലിനോടാണ് പറയുന്നത് സമാധാനം ആവശ്യമാണ്. എന്തിന്? വിദ്യാഭ്യാസത്തിന്. In many parts of the world, terrorism, wars and conflicts stop children from going to school. ലോകത്തിന്റെ പല ഭാഗത്തും തീവ്രവാദം, പിന്നെ യുദ്ധങ്ങൾ, പിന്നെ എന്താണ്, വഴക്കുകൾ, പ്രശ്നങ്ങൾ, അതൊക്കെ കുട്ടികളെ സ്കൂളിൽ പോകുന്നതിൽ നിന്ന് തടയും എന്നാണ് പറയുന്നത്. We are really tired of these wars. ഞങ്ങൾ ഈ യുദ്ധങ്ങൾ കാരണം അവശത അല്ലെങ്കിൽ ഞങ്ങൾക്ക് മതിയായി. Women and children are suffering in many parts of the world in many ways. എന്താണ്? സ്ത്രീകളും കുട്ടികളും പല ഭാഗത്ത്, ലോകത്തിന്റെ പല ഭാഗത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നാണ് പറയുന്നത് മലാല. Many innocent and poor children are victims of child labor. പല നിഷ്കളങ്ക കുട്ടികളും പാവപ്പെട്ട കുട്ടികളും എന്തിന്റെ victim ആണെന്നാണ് പറയുന്നത്? ചൈൽഡ് ലേബർ. എന്താണ്? കുട്ടികൾ ജോലിക്ക് പോകുന്ന ബാലവേലത്വം, അല്ലെ? ബാലവേലക്ക് അവര് പോണ്ടി വരാറ്, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. യങ് ഗേൾസ് ഹാവ് ടു ഡു ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ ആൻഡ് ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് ആൻ ഏർലി ഏജ്. എന്താണ്? ചെറിയ പെൺകുട്ടികൾക്ക് ഡൊമസ്റ്റിക് ലേബർ, ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടു ജോലികളാണ് അവർക്ക് ചെയ്യേണ്ടി വരിക. തന്നെയല്ല, അവരൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കെട്ടിച്ചു വിടാനും ശ്രമിക്കാറുണ്ട്. Poverty, ignorance, injustice, racism and the deprivation of basic rights are the main problems faced by both men and women. എന്താണ് പറയുന്നത്? ഒരാളുടെ പ്രശ്നമല്ല കേട്ടോ പറഞ്ഞത്, രണ്ടുപേരുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പോവർട്ടി എന്താണ്? ദാരിദ്ര്യം. ഇഗ്നോറൻസ് എന്താണ്? അറിവില്ലായ്മ. ഇൻജസ്റ്റിസ് എന്താണ്? നീതിയില്ലായ്മ. റേസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കളർ ഡിസ്ക്രിമിനേഷൻ. ആൻഡ് ദ ഡിപ്രിവേഷൻ ഓഫ് ബേസിക്, അല്ലെ, ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ നിരസിക്കൽ ഓഫ് ബേസിക് റൈറ്റ്സ്. ബേസിക് കാര്യങ്ങളൊക്കെ പോലും നിരസിക്കുന്നത് ആർ ദ മെയിൻ പ്രോബ്ലംസ്. ഇതൊക്കെയാണ് സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന പ്രശ്നങ്ങൾ എന്നാണ് മലാല പറയുന്നത്. Dear fellows, today I am focusing on women's rights and girls' education because they are suffering the most. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി അല്ല ഇവിടെ. അവരെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് അവരൊന്ന് ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു നല്ലൊരു സ്ത്രീയോ അല്ലെങ്കിൽ നല്ലൊരു പുരുഷനോ ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിനെ തെറ്റായി കാണേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായോ? അവര് കൂടുതൽ കഷ്ടപ്പെടുന്ന കൊണ്ടിട്ട് അവര് കുറച്ചും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. There was a time when women social activists asked men to stand up for their rights. ഒരു സമയം ഉണ്ടായിരുന്നു, എന്താണ്, വുമൺ ആക്ടിവിറ്റ്സ് ഒക്കെ പുരുഷന്മാരോടും ഞങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി പറയാറുണ്ട്. ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ് ബൈ അവർസെൽസ്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വാദിച്ചോളാം എന്നാണ് പറയുന്നത്. I'm not telling men to step away from speaking for women's rights. Rather, I am focusing on women to be independent, to fight for themselves. ഞാൻ പുരുഷന്മാരോട് സ്ത്രീകൾക്ക് വേണ്ടി മത്സരിക്കല്ല അല്ലെങ്കിൽ പോരാടണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ സ്ത്രീകളോട് പറയുന്നത് ഇതാണ്: ഇൻഡിപെൻഡന്റ് ആവുക, ടു ഫൈറ്റ് ഫോർ ദംസെൽവ്സ്. എന്തിനാണ്? സ്വന്തമായിട്ട് നമ്മളുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റണ്ടേ?
ഇപ്പം നമ്മൾക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ അത് വേറൊരാളെ വിളിച്ച് സഹായം തേടി അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഫൈറ്റ് ചെയ്യാമെന്നാണ് മലാല പറയുന്നത്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നൗ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് അപ്പ്. പ്രിയ സഹോദരന്മാരെ, ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമാണ്. We call upon the world leaders that all the peace deals must protect women and children's right. നമ്മൾ എന്താണ് പറയുന്നത്? എല്ലാ ലോക നേതാക്കളോട് എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? സമാധാന ഉടമ്പടി വെക്കുകയാണ്. എന്ത്? സ്ത്രീകളെയും കുട്ടികളെയും പ്രൊട്ടക്ട് ചെയ്യണം എന്ന്. A deal that goes against the dignity of women and their rights is unacceptable. എന്താണ്? ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റിക്കും ഒരു കുട്ടിയാവട്ടെ എന്തെങ്കിലും അതിനെതിരെ പോകുന്ന എല്ലാ നിയമങ്ങളും എല്ലാ അവകാശങ്ങളും സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് മലാല പറയുന്നത്. We call upon all governments to ensure free compulsory education for every child all over the world. നമ്മൾ ഗവൺമെന്റ്സിനോട് ആവശ്യപ്പെടുകയാണ്. എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? ഉറപ്പാക്കാൻ ഫ്രീ എന്ന് പറയുമ്പോൾ സൗജന്യമായിട്ടും പിന്നെ കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധിത വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും. ഇവിടെ ഒരിക്കലും ഫീമെയിൽ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓൾ ഓവർ ദ വേൾഡ്, എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വേണം എന്നാണ് മലാല ഗവൺമെന്റ്സിനോട് ആവശ്യപ്പെടുന്നത്. കാരണം നമുക്കറിയാം വിദ്യാഭ്യാസത്തിനാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ഇല്ലേ? അല്ലാതെ നമ്മൾ പഠിക്കാതെ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് മാറ്റങ്ങൾ സംഭവിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് മാറ്റും എന്ന് പറഞ്ഞിരുന്ന ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മലാല എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് തൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും, ഇല്ലേ? We call upon all governments to fight against terrorism and violence to protect children from brutality and harm. അടുത്ത ഗവൺമെന്റിനോട് പറയുന്ന കാര്യം എന്താണ്? ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്, അല്ലേ? അതിനെതിരെ, തീവ്രവാദത്തിനും ആക്രമണത്തിനെതിരെ പോരാടാനും പിന്നെ എന്താണ്? കുട്ടികളെ സംരക്ഷിക്കാൻ. എന്തിൽ നിന്ന് സംരക്ഷിക്കാനാണ്? ക്രൂരതയിൽ നിന്നും എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ സംരക്ഷിക്കുവാനാണ് മലാല പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. We call upon the developed nations to support the expansion of educational opportunities for girls in the developing world. അതായത് കുറേ കൺട്രീസ് ഉണ്ട് ഡെവലപ്ഡ് ആയ കൺട്രീസ് എന്താ ചെയ്യേണ്ടത്? അവരുടെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസപരമായ കുറേ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ നാട്ടിലുണ്ട്. അതൊക്കെ ഗേൾസിന് കൊടുക്കണം എന്നാണ്. എവിടെയുള്ള ഗേൾസിനാണ്? ഡെവലപ്പിംഗ് നേഷൻസിലുള്ള ഗേൾസിൽ. നമുക്കറിയാം ഇന്ത്യ ഈസ് ഓൾസോ വൺ ഓഫ് ദ ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. നമ്മൾ ഡെവലപ്ഡ് കൺട്രി അല്ല, ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഈ ഡെവലപ്ഡ് നേഷൻസ് ഹെൽപ്പ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കണം. അതും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കണമെന്നാണ് മലാല പറയുന്നത്. We call upon all communities to be tolerant, to reject prejudice based on caste, creed, religion or gender, to ensure freedom and equality for women so that they can flourish. എന്താണ് പറയുന്നത്? ഇനി കമ്മ്യൂണിറ്റീസിനോടാണ് ആഹ്വാനം ചെയ്യുന്നത്. എന്തിനാണ്? ടോളറൻസ്, ക്ഷമയുള്ളവരായിട്ടിരിക്കാൻ, സഹിഷ്ണുതയുള്ളവരായിട്ടിരിക്കാൻ. എന്തിനാണ്? ടു റിജക്ട് prejudice എന്ന് പറഞ്ഞാൽ മുൻവിധി. എന്തിനെ കുറിച്ചുള്ള മുൻവിധികളാണ്? കാസ്റ്റ്. നമുക്കറിയാം കാസ്റ്റ് എന്താണെന്ന്. ക്രീഡ് എന്താണ്? വിശ്വാസം. വിശ്വാസവും കാസ്റ്റും പിന്നെ റിലീജിയൻ. അതായത് മതം, പിന്നെ ജാതി, ഇതിനെയൊക്കെ കുറിച്ചുള്ള കുറേ വിശ്വാസങ്ങളുണ്ട് നമുക്ക്. അതിനുള്ള മുൻവിധികൾ നമുക്ക് മാറ്റി നിർത്താം. അല്ലെങ്കിൽ ജെൻഡർ, ഇപ്പം ആൺ പെൺ ആ ഒരു വിവേചനമുണ്ട്. എന്തിനാണ്? എന്നിട്ട് നമുക്ക് ഉറപ്പാക്കാം. എന്താണ് ഉറപ്പാക്കേണ്ടത്? ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. എന്താണ് സ്ത്രീകൾക്ക് വേണ്ടത്? സ്വാതന്ത്ര്യം വേണം, അതുപോലെ തന്നെ ഈക്വാലിറ്റിയും വേണം, സമത്വവും വേണം ഫോർ വുമൺ സോ ദാറ്റ് ദേ ക്യാൻ ഫ്ലറിഷ്. അവർക്ക് ഒന്ന് തഴച്ച് വളരാനുള്ള സ്വാതന്ത്ര്യവും എന്താണ് സമത്വവും കൊടുക്കണമെന്നാണ് കമ്മ്യൂണിറ്റീസിനോട് ആവശ്യപ്പെടുന്നത്. കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മലാല പറയുന്ന പോലെ മുസ്ലിം കമ്മ്യൂണിറ്റീസിൽ ചില ഈ കാസ്റ്റും ക്രീഡിലുള്ളവർക്ക് എന്താണ് പെണ്ണുങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ മാറി, നമ്മുടെ ലോകം തന്നെ മാറി. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നത് ഒരുപക്ഷെ മുസ്ലിം സ്ത്രീകളാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാ ക്ലാസ്സസിലും പഠിപ്പിക്കാനും എല്ലാത്തിനും മുസ്ലിം പാരൻസ് ഒക്കെ ഭയങ്കര മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ ഹാറ്റ്സ് ഓഫ് ടു ദം, അല്ലേ? അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ദേ ആർ മേക്കിംഗ് ദ ചേഞ്ച്, അല്ലേ? ദേ ആർ കമ്മിങ് അപ്പ് ടു ദ ചേഞ്ച്. വി കനോട്ട് ഓൾ സക്സീഡ് വെൻ ഹാഫ് ഓഫ് us ആർ ഹെൽഡ് ബാക്ക്. നമുക്ക് എല്ലാവർക്കും വിജയം കൈവരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ബാക്കി കുറച്ചു പേരെങ്കിലും ഇപ്പോഴും പുറത്തള്ളപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി വിജയിക്കണം. എല്ലാവരും വന്നാൽ മാത്രമാണ് നമ്മൾക്ക് വിജയം ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. ഇനി ആഹ്വാനം സ്ത്രീകളോടാണ്, അതായത് സഹോദരിമാരോടാണ്. എന്താണ് പറയുന്നത്? എല്ലാം ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരികളോടും ധൈര്യമായിട്ടിരിക്കാനാണ് മലാല പറയുന്നത്. ടു എംബ്രേസ് ദ സ്ട്രെങ്ത് വിത്തിൻ ദംസെൽസ്. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് കുറേ കഴിവുകളുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അതിനുള്ള ധൈര്യമുണ്ട്. അതിനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാനാണ് മലാല പറയുന്നത്. ആൻഡ് റിയലൈസ് ദ ഫുൾ പൊട്ടൻഷ്യൽ. മാത്രമല്ല, സ്വയം തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് സ്വയം തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് വേറൊരാൾ പറഞ്ഞു തന്നെ എന്ന് ഒരിക്കലും നിർബന്ധം പിടിച്ച് വെറുതെ ഇരിക്കാൻ പാടില്ല. എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അതിൽ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു വാശിയൊന്നുമില്ല. യു ക്യാൻ ഗോ ഓൺ, അല്ലേ? നമുക്കും മുന്നേറാൻ പറ്റും. Dear brothers and sisters, we want schools and education for every child's bright future. എന്താണ് വേണ്ടത്? പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾക്ക് സ്കൂളുകൾ വേണം, വിദ്യാഭ്യാസം. എന്തിനാണ്? ഓരോ കുട്ടിയുടെയും നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്കൂളും വിദ്യാഭ്യാസം വേണമെന്നാണ് പറയുന്നത്. We will continue our journey to our destination of peace and education for everyone. ഞങ്ങൾ ഈ യാത്ര, അതായത് മലാല ഇപ്പോൾ തുടങ്ങി വെച്ച യാത്ര ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. എന്താണ്? എവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ? സമാധാനവും എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ. എല്ലാവർക്കും സമാധാനവും വേണം, വിദ്യാഭ്യാസം വേണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിലെത്തുന്നവരെ ഞങ്ങൾ ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. നോ വൺ ക്യാൻ സ്റ്റോപ്പ് us. ആർക്കും ഞങ്ങളെ നിർത്താൻ കഴിയില്ല. We will speak for our rights and we will bring change through our voice. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ഞങ്ങൾ മാറ്റം കൊണ്ടുവരികയും ചെയ്യും. എന്തിലൂടെയാണ്? ഞങ്ങളുടെ ശബ്ദത്തിലൂടെ. We must believe in the power and strength of our words. നമുക്ക് വിശ്വാസം വേണം നമ്മുടെ വാക്കിലുള്ള പവറിൽ, അല്ലേ? പെൻ ഇസ് മൈറ്റിയർ ദാൻ സ്വോർഡ് എന്ന് പറയുമ്പോൾ ആ പെൻ കൊണ്ട് എഴുതുന്ന വാക്കുകൾക്കാണ് അവിടെ ബലം. Our words can change the world. നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ലോകം മാറ്റിമറിക്കാനാവും എന്നാണ് മലാല പറയുന്നത്. Because we all are together united for the cause of education. കാരണം നമ്മൾ എല്ലാവരും ഒന്നായി കൂടിയിരിക്കുകയാണ്. എന്തിനാണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടി, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. And if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. എന്താണ്? നമ്മൾക്ക് വിദ്യാഭ്യാസം, ആ ഗോള് നേടിയെടുക്കണം, ആ ലക്ഷ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ വെപ്പൺ, അതായിരിക്കണം നമ്മുടെ ഉടവാൾ. എന്തായിരിക്കണം? അറിവാണ് നമ്മുടെ ഉടവാൾ. അതുകൊണ്ട് പിന്നെന്താണ് നമ്മുടെ പടച്ചട്ട എന്ന് പറയുന്നത്? ഷീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐക്യമത്യം, അതായത് നമ്മൾ ഒരുമിച്ച് ഉണ്ടാവുക, അതാണ് നമ്മുടെ പടച്ചട്ട. അപ്പൊ ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിവും ഐക്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നാണ് മലാല പറയുന്നത്. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. എന്താണ് പറയുന്നത്? പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ മറക്കാൻ പാടില്ല, കോടിക്കണക്കിന് ആൾക്കാർ എന്താണ് സഫറിങ്? അവരൊക്കെ ദാരിദ്ര്യവും അറിവില്ലായ്മയും ഈ നീതിയില്ലാത്തതും ഒക്കെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. We must not forget that millions of children are out of school. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾക്കാർ എന്താണ് പഠിക്കാൻ വിദ്യാഭ്യാസമില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ്. We must not forget that our sisters and brothers are waiting for a bright, peaceful future. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, നമ്മുടെ കുഞ്ഞു സഹോദരന്മാരും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ഭാവി, നല്ലൊരു ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യവും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. So let us wage a global struggle against illiteracy, poverty and terrorism and let us pick our books and pens. എന്താണ് മലാല പറയുന്നത്? അതുകൊണ്ട് നമുക്കൊരു ആഗോള സമരം നടത്താം. Let us wage a global struggle എന്ന് വെച്ചാൽ നമുക്കൊരു ആഗോള സമരം നടത്താം. എന്തിനെതിരെയാണ്? ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ നിരക്ഷരത, അല്ലെ? വിദ്യാഭ്യാസമില്ലാത്ത അവസ്ഥ, പോവർട്ടി, ദാരിദ്ര്യം, പിന്നെന്താ? ടെററിസം, തീവ്രവാദം. ഇതിനൊക്കെ എതിരെ നമ്മൾക്കൊരു ആഗോള സമരം നടത്താമെന്നാണ് മലാല പറയുന്നത്. And let us pick up our books and pens. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബുക്കും പെന്നും കയ്യിലെടുക്കാം. They are our most powerful weapons. ഇവ രണ്ടുമാണ് ഏറ്റവും വലിയ ശക്തിയുള്ള ആയുധങ്ങൾ എന്നാണ് മലാല പറയുന്നത്. One child, one teacher, one pen and one book can change the world. എന്തൊക്കെയാണ് ലോകം മാറ്റിമറിക്കാനുള്ളത്? ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പെൻ, ഒരു ബുക്ക്.
ഇത്രയും ഉണ്ടെങ്കിൽ ലോകം മാറ്റിമറിക്കാൻ പറ്റുമെന്നാണ് മലാല പറയുന്നത്. എഡ്യൂക്കേഷൻ ഇസ് ദ ഒൺലി സൊല്യൂഷൻ. എഡ്യൂക്കേഷൻ ഫസ്റ്റ്. വിദ്യാഭ്യാസമാണ് ഇതിനെല്ലാത്തിനും സൊല്യൂഷൻ. ഈ പ്രശ്നത്തിനെല്ലാം ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, വിദ്യാഭ്യാസമാണ് ആദ്യം വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് മലാല തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ, മലാലയുടെ സ്പീച്ച് എന്ന് പറയുന്നത് ബോറടിപ്പിക്കുന്നതല്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരോട്, ഇപ്പൊ കമ്മ്യൂണിറ്റീസിനോടായാലും ഗേൾസിനോടായാലും ഓരോ രാഷ്ട്രത്തിനോടായാലും ഡെവലപ്പിംഗ് കൺട്രീസിനോട്, ഡെവലപ്ഡ് നേഷൻസിനോട്, അങ്ങനെ കുറെ സെക്ഷനില ഓരോ വിഭാഗക്കാരോടും മലാല കുറെ കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടപ്പിലായി കഴിഞ്ഞാൽ നമ്മുടെ നാടും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും ഒക്കെ അതിമനോഹരമായിരിക്കും. കാരണം ഇതിൽ പറയുന്നത് എല്ലാവർക്കും സമത്വം വേണം, അനീതി ഒന്നും ഉണ്ടാവാൻ പാടില്ല, തീവ്രവാദം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു ലോകം നമുക്കും കാത്തിരിക്കാം. സോ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ചാപ്റ്റർ മനസ്സിലായല്ലോ അല്ലേ? സോ കുറെ സിമ്പിൾ വേർഡ്സ് കൊണ്ട് മലാല പറഞ്ഞ പ്രസംഗം പോലെ ആയിരിക്കണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വേണം, അതിൽ തുടക്കവും ഒരു അവസാനവും വേണം എന്നതൊക്കെ മനസ്സിലായില്ലേ ഇത്രയും വണ്ടർഫുൾ പ്രസംഗത്തിലൂടെ? അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോവാം. Moving on to the first activity. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം നമുക്ക്. Each sentence given below is followed by 3 statements. One of them is directly related to the sentence. Put a tick mark against the appropriate statement എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് അതിന് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിന് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ സെന്റൻസ്. തന്നിരിക്കുന്ന സെന്റൻസ് ആയിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതാണ്. അതിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. മലാല ഡേ ഈസ് ദ ഡേ ഓഫ്. അതിന്റെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. മലാല ഹെർസെൽഫ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, എവറി വുമൻ, എവറി ബോയ് ആൻഡ് എവറി ഗേൾ ഹു ഹാവ് റേസ്ഡ് എ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. മലാല തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അതിന്റെ ഉത്തരം. അപ്പൊ ഏതാണ് ഉത്തരം? നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ്. അക്കോർഡിംഗ് ടു മലാല വൺ ഓഫ് അവർ പവർഫുൾ വെപ്പൺ ഇസ്. ഏതാണ് മലാലനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ആയുധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നേക്കുന്നത് ദ സോഡ്, ദ പെൻ, ദ ഗൺ. ഏതാണ്? മലാല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് പെൻ. ദ കറക്റ്റ് ആൻസർ ഇസ് പെൻ. തേർഡ് വൺ. Malala is focusing on women's rights and girls' education because they are suffering the most. They are very powerful. They are the major group in the society. എന്തുകൊണ്ടാണ് മലാല സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത്? ബിക്കോസ് ദേ ആർ സഫറിങ് ദ മോസ്റ്റ് അല്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, അതുകൊണ്ടാണ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫോർത്ത് വൺ. മലാല സ്പീക്സ് ഫോർ ഹെർസെൽഫ്, നോട്ട് ഫോർ ഹെർസെൽഫ് ബട്ട് ഫോർ ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്, ഫോർ എ കൺട്രി. ഏതാണ് കറക്റ്റ് ആൻസർ? Not for herself but for all boys and girls ആണ് correct option. That is option B is the right answer. Activity 2. Read the following famous quotes. അപ്പോൾ ഫേമസ് കോട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ മിസ് ഇതാണ് വായിക്കുന്നത് ഫസ്റ്റ്. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അത് പറഞ്ഞത് മണ്ടേലയാണ്. ടെററിസം ഹാസ് നോ നാഷണാലിറ്റി, നോ റിലിജിയൻ. വാൽമിയർ പുട്ടിൻ ആണ് പറഞ്ഞത്. ഇനി ഹാരിയറ്റ് ടബ്മാൻ എന്താണ് പറഞ്ഞത് നോക്കാം. Always remember you have within you the strength, the patience and the passion to reach for the stars to change the world. ഇനി ജോർജ് കാരലിൻ ആണ്. Men are from earth, women are from earth, deal with it. അപ്പോൾ ഇതൊക്കെയാണ് ഫേമസ് കോട്ട്സ്, ഫേമസ് പേഴ്സണാലിറ്റീസ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഇതിനെ റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് എന്താണെന്നും. Now read Malala's words in the circle given below. Try to pick out the quotes which carry similar ideas to that of Malala. Words from the balloons. Write the name of the person who has made the corresponding quote in the box given. ഇവിടെ നമുക്ക് അതിൻ്റെ ബോക്സ് തന്നിട്ടുണ്ട്, നമുക്ക് അത് നോക്കാം. മലാല, ഓക്കെ, മലാല സെൻറ്ററിലുണ്ട്. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെന്റ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ് എന്ന് പറഞ്ഞത് ആരാണ്? വി കോൾ അപ്പോൺ ഓൾ ഗവൺമെന്റ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ് എന്ന് പറഞ്ഞത് വാൽമിയർ പുട്ടിനാണ്. A deal that goes against the dignity of women and their rights is unacceptable എന്ന് പറഞ്ഞത് ആരായിരുന്നു? ജോർജ് കാരൽ. We call upon our sisters around the world to embrace the strength within themselves എന്ന് പറഞ്ഞതിനോട് റിലേറ്റ് ചെയ്ത് പറഞ്ഞത് ആരാണ്? ഇത് മലാലയുടെ കോട്ട്സ് ആണ് കേട്ടോ, അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കോട്ട്സ് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അത് പറഞ്ഞത് ഹാരിയറ്റ് ടബ്മാൻ ആണ്. We want schools and education for every girl's bright future.
അതിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞ ആളാരായിരുന്നു? മണ്ടേല. സോ മലാലയുടെ കോഡ്സിന് റിലേറ്റ് ചെയ്ത് അവരുടെ വേർഡ്സ്, ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ കോഡ്സ് നമ്മൾ ജോയിൻ ചെയ്തതാണ് ഇപ്പം നമ്മൾ ചെയ്ത ആക്ടിവിറ്റി. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. Moving on to the next activity, that is activity 3. Look at the picture given below. How can you reach Malala? You can reach Malala only if you go through the correct statements from her speech. Find your way. അപ്പോൾ ഒരു പിക്ചർ തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. പിക്ചർ നമുക്ക് നോക്കാം. ഇതിൽ മലാല പറഞ്ഞ സ്പീച്ചിലെ വേർഡ്സ്, സെൻറ്റൻസസ് നോക്കിപ്പോയാൽ മാത്രമാണ് നമുക്ക് മലാലയിൽ എത്താൻ പറ്റുക. വ്യക്തമായിട്ട് നിങ്ങളുടെ ബുക്കിൽ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്, നമ്മുടെ എൻഡ് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ക്ലിയർ അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ, എൻഡ് പോയിന്റ് മലാലയിൽ എത്തണം. എങ്ങനെ പോകണം എന്നാണ് കറക്റ്റ് വഴി മലാലയിൽ എത്താൻ. നമ്മൾ കഥ ബുക്കിലൊക്കെ ചെയ്തിട്ടില്ലേ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി, വഴി കണ്ടെത്താമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ മലാലയുടെ സ്പീച്ച് വേർഡ്സിൽ കൂടെ പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ഡാർക്ക്നെസ് എന്ന മലാലയുടെ സ്പീച്ചിൽ നമ്മൾ കയറുന്നു അല്ലേ. അതിൽ കയറിയിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് പോണത് പീസ് ഇസ് നെസസറി ഫോർ എഡ്യൂക്കേഷനിൽ പോകുന്നു. അതിനുശേഷം നമ്മൾ പോകുന്നത് എ ഡീൽ ദാറ്റ് ഗോസ് എഗ്നേസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ ആൻഡ് ദെയർ റൈറ്റ്സ് ഇസ് അൺഅക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോകുന്നത് വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞ് നമ്മളെത്തും കറക്റ്റായിട്ട് മലയാളയുടെ അടുത്ത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് വഴി കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. നൗ റൈറ്റ് ഡൗൺ ദ കറക്റ്റ് സെന്റൻസസ് ദാറ്റ് യു ഫൗണ്ട് ഓൺ ദ വേ യുവർ വേ ടു റീച്ച് മലാല. അപ്പം നമ്മൾ വഴി കണ്ടുപിടിച്ച ആ സെന്റൻസ് എന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ഡാർക്ക്നെസ് ആണ് ഫസ്റ്റ് സെന്റൻസ്. സെക്കൻഡ്, പീസ് ഇസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. തേർഡ് വൺ, എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ ആൻഡ് ദെയർ റൈറ്റ്സ് ഇസ് അൺഅക്സെപ്റ്റബിൾ. ഫോർത്ത് എന്താണ്? വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. സോ ഇതായിരുന്നു സെൻറ്റൻസസ്. എഡിറ്റിംഗ്. ഇനിയുള്ളത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്താണ്? നമുക്കറിയാം, എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ എറേഴ്സ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി മനോഹരമാക്കാൻ വേണ്ടി ചെയ്യുന്ന. ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരുമോ ചേട്ടാന്നൊക്കെ ചോദിക്കാറുണ്ടോ ആരുടെങ്കിലും? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ എന്ന് എഡിറ്റ് ചെയ്ത് തരും എന്ന് ചോദിക്കാറുണ്ടെങ്കിൽ, കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ അതൊക്കെ പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ. ചിലരൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താണ്? പാസേജ് വന്നിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യാനുണ്ടോ. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ദർ ആർ എ ഫ്യൂ എറേഴ്സ് ഇൻ ഇറ്റ്. ദേ ആർ അണ്ടർലൈൻഡ്. ഫ്യൂ എറേഴ്സ് ഉണ്ട്. എറേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റുകളുണ്ട്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട എറേഴ്സ് വലുതാവുമ്പോൾ എന്തായിരിക്കും? പാസേജ് വരും. നിങ്ങൾ എറേഴ്സ് കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ തിരുത്തണം. ഇതിപ്പോൾ നിങ്ങൾക്ക് പാസേജിൽ എറേഴ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് തിരുത്തി എഴുതണം അല്ലേ. കണ്ടുപിടിക്കേണ്ട തിരുത്തി എഴുതിയാൽ മതി. Once upon a time there lived a lovely princess with fair skin and blue eyes. She was so fair that she was named Snow White. Her mother dies when Snow White was a baby and her father married again. This queen was very pretty, but she was very cruel also. The wicked stepmother wanted to be the more beautiful lady in the kingdom, and she would often ask her magic mirror, "Mirror, mirror on the wall, who is the fairest of them all?" And the magic mirror would say, "You are, your majesty." But one day the mirror replied, "Snow White is the fairest of them all." The wicked queen was very angry. What a fair lady is Snow White! She became jealous of Snow White and ordered a huntsman to take Snow White to the forest and kill her. "I want you to bring her back her heart," she ordered. But when the huntsman reached the forest with Snow White, he took pity on her and set her free. He killed a deer and took its heart to the wicked queen and told her that he had killed Snow White. Snow White wandered in the forest all night crying. സോ നമ്മൾ കണ്ടു കുറേ എറേഴ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എറേഴ്സ് ഏതൊക്കെയാണെന്ന്, എത്ര എറേഴ്സ് ഉണ്ട് മൊത്തം? 1, 2, 3, 4, 5, 6 and 7 അല്ലേ. അപ്പോൾ ഇത്രയും എറേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കറക്ഷൻ നോക്കാം. Once upon a time there lived a lovely princess. അവിടെ പ്രിൻസസിന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു. With fair skin and blue eyes. She was so fair that she was named Snow White. Her mother dies അല്ല, died ആണ്, past tense ആണ്. Then Snow White was a baby and her father married again. This queen was very pretty, but she was very cruel also. The wicked stepmother wanted to be the most beautiful lady in the kingdom, and she would often ask her magic mirror, "Mirror, mirror on the wall, who is the fairest of them all?" Question mark ആണ്. And the magic mirror would say, "You are, your majesty."
But one day the mirror replied, Snow White is the fairest of them all. The wicked queen was very angry. What a fair lady Snow White is. She became jealous and ordered her huntsman to take Snow White to the forest and kill her. I want you to bring her hut, she ordered. But when the huntsman reached the forest with Snow White, he took pity on her and set her free. He killed a deer. അല്ലേ, ഡിയറിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ ഇതായിരുന്നു. ഇത് വേറെ മീനിങ് അല്ലേ? And took its heart to the wicked queen and told her that he had killed Snow White. Snow White wandered in the forest all night crying. മനസ്സിലായല്ലോ? സോ നമ്മൾ എറേഴ്സ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, കറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഡൺ ഫോർ യു ആൻഡ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിട്ടൺ ഫ്രം എക്സാം പോയിന്റ് ബുക്സിൽ നിന്നാണ് മിസ് റെഫർ ചെയ്ത് എഴുതിയിരിക്കുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ഇനി ഒരു പ്രൊജക്റ്റ് വർക്കാണ്. അപ്പോൾ പ്രൊജക്റ്റ് വർക്കിൽ എന്താണ് പറഞ്ഞേക്കണം നോക്കാം. You may have come across many newspaper reports on women who have overcome challenges in their life. അല്ലേ, കുറേ ഫേമസ് പേഴ്സണാലിറ്റീസ് ഉണ്ട് വുമനിൽ. അപ്പോൾ അവരെ ഏതൊക്കെയാണെന്ന് നോക്കാം. കളക്ട് സിമിലർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ആൻഡ് പ്രിപ്പയർ എ വേൾഡ് മാഗസിൻ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ഇറ്റ്. ഒരു വേൾഡ് മാഗസിൻ പ്രിപ്പയർ ചെയ്ത് ടൈറ്റിൽ കൊടുക്കാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഹെലൻ കെല്ലർ. അപ്പം മിസ് ഇവിടെ കുറച്ച് പേര് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹെലൻ കെല്ലർ ഫസ്റ്റ് വൺ തന്നേക്കുന്നത് ഹെലൻ ആണ്. ഹെലനെ കേട്ടിട്ടുണ്ടോ? ഷി വാസ് ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ബട്ട് ഷീ ബിക്കെയിം വേൾഡ് ഫേമസ്. ബ്ലൈൻഡും ഡെഫുമായിട്ട് വേൾഡ് ഫേമസ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾക്കറിയാലോ, ബ്ലൈൻഡുമാണ് ഡെഫുമാണ്. വർത്തമാനം പറയാനറിയാം, പക്ഷെ കാണുകയും കേൾക്കുകയും ചെയ്യാതെ, കാണാനും പറ്റില്ല കേൾക്കാനും പറ്റില്ല. എങ്ങനെയാണ് ഒരാൾ പഠിക്കുക? നമ്മൾ പലതും കണ്ടും കേട്ടും പഠിച്ചവരാണ്. ഇത് കാണാനും ഇല്ല കേൾക്കാനും ഇല്ല. എന്നിട്ടും ഷീ ബിക്കെയിം എ വേൾഡ് ഫേമസ്. സ്പീച്ചൊക്കെ ഉണ്ട് ഹെലൻ കെല്ലർ പറഞ്ഞ. സോ ദാറ്റ് ഇസ് വൈ ഹെലൻ കെല്ലർ. കഥ പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഇവിടെ കുറേ നേരം ഇരുന്ന് പറയേണ്ടി വരും. അത്രയും വലിയൊരു ആളാണ്. ഹെലൻ കെല്ലറിൻ്റെ ബുക്കൊക്കെ അവൈലബിൾ ആണ്, വായിക്കുക കേട്ടോ. അരുണിമ സിംഹ, ദ ഫസ്റ്റ് ഫീമെയിൽ ആംപ്യൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. കാലിന് ഇതുള്ള കുഴപ്പമുള്ള ഒരു മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ബിഗ് തിങ് അല്ലേ. പ്രീതി ശ്രീനിവാസൻ. പ്രീതി വാസ് എ ലെഫ്റ്റ് ക്വാഡ്രിപ്ലെജിക്, അതായത് എന്താണ്, അഫക്റ്റഡ് ബൈ പാരാലിസിസ്. 4 ലിംസിലും പാരാലിസിസ്, തളർവാദം പിടിപെട്ട് ആഫ്റ്റർ ആൻ ആക്സിഡന്റ്. എന്നിട്ടും വേൾഡ് ഫേമസ്. ഇവരൊക്കെ പേര് നമ്മൾ പഠിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, വേൾഡ് ഫേമസ് ആണ് അവർ. ഫോർത്ത് മാനസി ജോഷിയാണ്. മാനസി ജോഷി എന്താണ്? ഷി വാസ് റിക്വയർഡ് ടു ഹാവ് എ ലെഗ് ആംപുറ്റേറ്റഡ് ആഫ്റ്റർ എ മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് ബട്ട് ഷി വൺ എ ബ്രോൺസ് മെഡൽ ഇൻ ബാഡ്മിന്റൺ. അപ്പോൾ ഒരു ആക്സിഡന്റിന് ശേഷം കാല് മുറിച്ച് കളഞ്ഞതാണ്, പക്ഷെ എന്നിട്ടും എന്താണ്, ബ്രോൺസ് മെഡൽ ബാഡ്മിന്റണിൽ സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ 2 കാലും 2 കൈയും എല്ലാം പ്രോപ്പറായിട്ട് ഉണ്ടായിട്ടും നമ്മൾ എവിടെ എത്തിയെന്ന് ആലോചിക്കണം. 5ാമത്തെ ജാസ്മിൻ ഖുറാന. ഷീ ഈസ് എ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ഹു വാസ് ബോൺ വിത്ത് സെർവൽ പ്ലാസി. സെർവൽ പ്ലാസി എന്ന് പറഞ്ഞത് ബ്രെയിൻ കോർഡിനേഷൻ ഉണ്ടാവില്ല ബോഡിയായിട്ട്. ചിലവർ അത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യില്ല, അവർക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ല, മര്യാദക്ക് എഴുതാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങളുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. അപ്പോൾ ആ കോർഡിനേഷൻ ഇല്ലാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ എന്നിട്ട് ആരായി? സോഫ്റ്റ്വെയർ പ്രൊഫഷണലായി. സോ നമ്മൾ ചാപ്റ്റർ പഠിച്ചു, ചാപ്റ്റർ കണ്ടു, അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാം ആൻസർ ചെയ്തു. ഇതിന്ന് നമുക്ക് കിട്ടിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി മോട്ടിവേറ്റഡ് ഐലി. അപ്പോൾ മോട്ടിവേറ്റഡ് ആയി. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്നു. എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? 1 child, 1 teacher, 1 pen and 1 book can change the world. അതിൽ ആ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സ്പീച്ചാണ്. എന്നായിരുന്നു സ്പീച്ച് പറഞ്ഞത്? എവിടെയാണ് പറഞ്ഞത്? എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഇനി എന്താണ്, ഇപ്പോൾ ആക്ടിവിറ്റീസിന് അഡീഷണൽ ക്വസ്റ്റ്യൻസും ഗ്രാമർ കണ്ടന്റും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം പോയിന്റ് ബുക്സ് ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? സോ മലാലയുടെ ചാപ്റ്റർ നമ്മളോട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഇവിടെ തീവ്രവാദം കാരണം അല്ലെങ്കിൽ കുറേ കാസ്റ്റ് ആൻഡ് ക്രീഡ് ആൻഡ് കമ്മ്യൂണിറ്റിയുടെ കുറേ കൾച്ചറും കസ്റ്റവുമായിട്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിനെതിരെ പ്രതികരിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും തുല്യ അവകാശം പോലെ വിദ്യാഭ്യാസം വേണമെന്നും നമ്മുടെ ശബ്ദമാണ് അവർക്ക് ഏറ്റവും പേടിയെന്നും, ആർക്കാണ് തീവ്രവാദികൾക്ക് ഏറ്റവും പേടിയെന്നൊക്കെ പറഞ്ഞ് വലുതായിട്ട് ആഹ്വാനം ചെയ്ത് വേൾഡ് ഫേമസ് ആയ ഒരു വ്യക്തിയുടെ പ്രസംഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത് ഇല്ലേ. പ്രസംഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം, പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. എല്ലാ കാര്യങ്ങളും ഓരോരുത്തരോടായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലായതാണ്. സോ വിച്ച് ഇസ് മൈറ്റിയർ അല്ലേ എന്താണ് ചോദ്യം. എന്തെന്നാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതെന്നാണ് മലാല പറയുന്നത്? പെന്നാണ് എന്ന ഒരു പ്രോവർബ് തന്നെ ഉണ്ട്. ഇവിടെ മലാല പറയുന്നത് ഒരു ടീച്ചർ, ഒരു ചൈൽഡ്, ഒരു ബുക്ക്, ഒരു പെൻ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണ്? ഇത്രയും പേരുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണ്? വാട്ട് ഇസ് ദാറ്റ് ഹാപ്പനിങ് ദർ?
ദാറ്റ് ഈസ് കോൾഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള സമൂഹം ഉണ്ടാവണം. അതും ഒരാൾക്കല്ല, എല്ലാവർക്കും. ഒരു സമൂഹത്തിലെ, ഇപ്പോൾ ഒരു രാജ്യത്തിലെ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം എന്നാണ് മലാല പറയുന്നത്. അപ്പോൾ മലാലയുടെ സമരം, മലാലയുടെ യുദ്ധം ഇപ്പോഴും, ആഗോള സമരം ഇപ്പോഴും തീർന്നിട്ടില്ലെന്നും ലോകത്തെ എല്ലാവരും ഒരേപോലെ വിദ്യാഭ്യാസം നേടിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് അവസാനിക്കുന്നതും എന്നാണ് മലാല പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയായിരുന്നു? നമുക്ക് വേണ്ടത് നോളേജ് ആണ്, അല്ലേ? അറിവ് വേണം. ഒപ്പം നമുക്ക് യൂണിറ്റി ആൻഡ് ടുഗദർനെസ് വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, അറിവുമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നേടിയെടുക്കാമെന്നാണ് മലാല പറയുന്നത്. സോ വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദ യൂണിറ്റ്, ദാറ്റ് ഈസ് സ്റ്റിൽ വി റൈസ്, അല്ലേ? ആ ചാപ്റ്റർ, ആ യൂണിറ്റും എല്ലാം തീർന്നു. 3 ചാപ്റ്റേഴ്സും നമ്മൾ കണ്ടു. വളരെ ശക്തമായിട്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു. നിങ്ങളൊട്ടും ടെൻഷൻ വേണ്ടട്ടോ ബോയ്സ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ആർ മോർ പവർഫുൾ, അല്ലേ? നിങ്ങൾ ഞങ്ങളെക്കാൾ ശക്തരാണ് എന്ന് വേണമെങ്കിൽ പറയാലോ. സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? സോ ഡോണ്ട് ബി സാഡ്. ഈ സ്റ്റിൽ വി റൈസ് എന്ന യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. We will come with another chapter. Until then, thank you children.